വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾ. ഇന്നത്തെ റെസിപ്പി ഒരു ഈസി ഹൽവയാണ്. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 10 to 12 ലാർജ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നുകൂടെ കട്ട് ചെയ്ത് കൊടുത്ത് ഇതുപോലത്തെ സ്ക്വയർ സ്ലൈസസ് ആക്കി വെച്ചിട്ടുണ്ട്. അരക്കപ്പ് ചൂട് പാലിലേക്ക് കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചൂട് പാലിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് ഇത് കളർ വരിക. ബ്രെഡ് വറുത്തെടുക്കാനായിട്ട് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നെയ്യും യൂസ് ചെയ്യാം. നെയ്യാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഓയിലിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബ്രെഡെല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു. ഇനി കുറച്ച് കാഷ്നട്ടും ഉണക്കമുന്തിരിയും കൂടെ വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനായിട്ട് 1.5 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് തിളപ്പിക്കണം. ഇപ്പോൾ ഷുഗർ എല്ലാം ഡിസോൾവ് ആയി കഴിഞ്ഞു. ഇതിനകത്തോട്ട് വറുത്ത് വെച്ച ബ്രെഡ് പീസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ച ആ കുങ്കുമപ്പൂവും പാലും കൂടി ഉള്ളത് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടെ കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്നട്ടും ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാടിട്ട് കുത്തി ഇളക്കരുത്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഹൽവ റെഡിയായി കഴിഞ്ഞു. ഇത് ഭയങ്കര ടേസ്റ്റിയുമാണ്, അതേപോലെ തന്നെ ഈസിയുമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.